ഇവിടെ സാമ്പാറും ഒക്കെ ഇങ്ങനെ മൺചട്ടിയിൽ അടുപ്പിൽ വെക്കുക കേട്ടോ. നമ്മൾ സാധാരണ പ്രഷർ കുക്കറിലൊക്കെ അല്ലേ വെച്ച് കാണുന്നത്. അത്രയും സമയം എടുക്കും വെന്ത് വരാൻ. ഒരടുപ്പിൽ തോരൻ, ഒരടുപ്പിൽ സാമ്പാർ, ഒരടുപ്പിൽ ചോറ്, അങ്ങനെ ആവണേ ഉള്ളൂ. ചില പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു സീൻ മാതിരി ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ചെറിയൊരു സൗകര്യത്തിനകത്ത് അമ്മ പപ്പടം കാച്ചിയാണ്, അതിൻ്റെ അടുത്തായിട്ട് എല്ലാം ചോറ് കിടന്ന് വേവണം എല്ലാം കണ്ട. ഇതിപ്പോൾ ചെമ്പല്ലി വറുത്തതാട്ടോ. അപ്പോൾ ഈ മീനും കൂടി ചേർത്തിട്ടുള്ള ഊണിനാണെങ്കിൽ 100 രൂപ, അല്ലാതെ ഊണിന് 60 രൂപ. നല്ല ഭക്ഷണമായിരുന്നു, സൂപ്പർ ഭക്ഷണമാണ്. ഇല്ല അത് പറ്റൂല, അത് വേണം, അത് പറ്റൂല. വാ 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 അതിരിക്കട്ടെ. ഇന്ന് ഞാനാണ് ഇവിടുത്തെ ഊണ് കൈനീട്ടോ. നന്നായി ഇരിക്കണുണ്ടേ. വാ വാ വാ. അല്ല അത് കുഴപ്പമില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. ഇത് മുണ്ടൂര് കഴിഞ്ഞ് വടക്കുംപുറം എന്ന് പറയും. ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് 18 വർഷമായിട്ട് യശോദാമ നടത്തുന്ന ഒരു ചെറിയ കട. ഇവിടെ എല്ലാവർക്കും ഇഡലിക്കട, അമ്മയുടെ ഇഡലിക്കട എന്ന് പറഞ്ഞാലാണ് അറിയാം. അപ്പോൾ ഇവിടെ ഊണും ഉണ്ട്. നമ്മളിന്ന് ഊണിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. 60 രൂപയ്ക്ക് വാഴയിലയിലാണ് ഊണ് കൊടുക്കണം. വേറൊരു വിശേഷം എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം. നിറച്ച് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നേരെ കാണേണ്ടത് കുറേ മലയൊക്കെയാണ്. അതിൻ്റെ താഴെ നല്ല ഭംഗിയിൽ ഓടിട്ട ഒരു വീട്, അതാണ് അമ്മയുടെ വീട്. ഓപ്പോസിറ്റായിട്ട് അമ്മ കട നടത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. എല്ലാം ആവണേ ഉള്ളൂ അല്ലേ? ഇഡലിയുടെ പരിപാടി കഴിഞ്ഞില്ലേ? ഇപ്പോൾ ആളുകൾ വരും അല്ലേ ഈ സമയത്തോ? കൊറേ വർഷമായില്ലേ ഇവിടുത്തെ കട തുടങ്ങിയിട്ട്? 18 വർഷമായി. വാഴയിലയില നമ്മള് കൊടുക്കണം. എത്ര രൂപയ്ക്കാ ഊണ് കൊടുക്കണേ? ഊണ് ചോറ് 60, 100 രൂപ. ചിലപ്പോ മീനിന്റെ വലിപ്പത്തിനനുസരിച്ച്, അല്ലെങ്കിൽ 90, 80. ചെറുതരം മീനൊക്കെ ആണെങ്കിൽ അല്ലേ? പരിചയമുള്ളവരൊക്കെ വന്ന കമ്മിയാക്കിയേ കൊടുക്കും. ഞായറാഴ്ച അമ്മ തുറക്കുക? ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. എപ്പോഴാണ് ഊണൊക്കെ ആവുക? ഊണ് 12:30 ആവും. രാവിലെ 7 മണി 7:30 തുറക്കും. ഇഡ്ഡലി ഉണ്ടാക്കി, ഓംപ്ലേറ്റ് ഉണ്ടാക്കി, ഉഴുന്നുവട, ചായ. ഊണ് ഉച്ചയാകുമ്പോഴേക്കും തന്നെ തീരും അല്ലേ? ഒരു 3-3:30 വരെ ഉണ്ടാവും. ചിലപ്പോൾ 2 മണിയാകുമ്പോൾ കഴിയും. പറയാൻ പറ്റില്ല ഭക്ഷണത്തിൻ്റെ കാര്യം. അമ്മ എപ്പോഴും ഇങ്ങനെ വെള്ള ഡ്രസ്സാ ഇടാ? എന്തൊട്ട് മീനായിരുന്നു? ആ, മതി. ഇതിന്റെ പക്ഷെ തൊലി ഇങ്ങനെ ഇളക്കി എടുക്കണം അല്ലേ? ആ, ചെമ്പല്ലി. ഇതിപ്പോ ചെമ്പല്ലി വറുത്തതാട്ടോ. അപ്പൊ ഈ മീനും കൂടി ചേർത്തിട്ടുള്ള ഊണിനാണെങ്കിൽ 100 രൂപ, അല്ലാതെ ഊണിന് 60 രൂപ. നമ്മളേ ഇങ്ങനെ ഓലിയൊക്കെ മേഞ്ഞ ഒരു ഷെഡിനകത്ത് വാഴയിലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഊണ് കഴിക്കുമ്പോഴൊരു സുഖം. കാരണം നമ്മൾക്കൊക്കെ, എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഇഷ്ടമാതിരി ഓല മേഞ്ഞലിരുന്നൊന്നും നമുക്കൊരു ഓർമ്മക്കുറവില്ല. കാരണം ഒരുപാട് വർഷങ്ങളോളം അങ്ങനത്തെ വീട്ടിലാണ് താമസിച്ചത്. പക്ഷെ പുതിയ ആളുകൾക്ക്, ഇപ്പം എൻ്റെ മോനോടൊക്കെ ചോദിച്ചാൽ അവൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഓല മേഞ്ഞ വീട്. സിനിമയിലും ചിത്രങ്ങളിലും അല്ലാതെ അങ്ങനെ നേരിട്ട് പോയിട്ട് എവിടെയും കണ്ടിട്ടൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പാലക്കാട് വന്നപ്പോൾ ഇതിനു മുമ്പ് ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ്. നമ്മൾ ഒരു പഴമയിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലങ്ങൾ അതുപോലെയാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് ഊണ് കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനത് ഭയങ്കര ചൂട് ഊണിൻ്റെ കൂടെ മീൻ കൂട്ടാൻ ഒഴിച്ചിട്ടുള്ളത്. സാമ്പാറും ഉണ്ട്. സാമ്പാർ തേങ്ങ ചേർക്കണ സാമ്പാറാണല്ലോ ഇവിടെ, അതും ഉണ്ട്. ഞാൻ ഈ മീൻ കൂട്ടാൻ കണ്ടപ്പോൾ അത് കഴിച്ചു. നമുക്ക് മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. വേറെ സ്വാദ് തന്നെയാണ് കേട്ടോ. ഒരു സാമ്യമില്ല. എറണാകുളം സൈഡിലേക്കുള്ള മീൻകറിയായിട്ടോ തിരുവനന്തപുരം സൈഡിലേക്കുള്ള മീൻകറിയായിട്ടോ ഒരു സാമ്യവും ഇല്ല. നല്ല വ്യത്യാസമുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. കൊള്ളാം. പച്ചമോര് അല്ലേ? ഇതും മാങ്ങയല്ലേ? അത് നാരങ്ങ. അത് നാരങ്ങയായിരുന്നു.
അപ്പോൾ അതാ ചെമ്പല്ലിയാണ്. ചെമ്പല്ലിക്ക് ഇനി വേറെ നാട്ടിൽ വേറെ പേരുണ്ടോന്ന്, പക്ഷേ ഇതിന് ഞങ്ങളുടെ അവിടെയും ചെമ്പല്ലി തന്നെയാണ് കേട്ടോ, മലയാറ്റൂരൊക്കെ. നല്ല ഇഷ്ടമുള്ള മീനാണ് എന്നുവെച്ചാൽ കുറച്ച് മുറുക്കുണ്ട്, കറി വെച്ചാലാണ് സൂപ്പർ, നല്ല രസമാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേ ഞാൻ പറയാറില്ലേ, അവർ കഴിക്കുന്ന ഭക്ഷണവും കൂടിയാണ് എന്ന് അറിയില്ല. കാരണം അവർ വീട്ടിലെ പോലെ തന്നെ അവരുണ്ടാക്കണ പോലെ ഉണ്ടാക്കണം, അവരും അത് തന്നെയാണ് കഴിക്കണത് എന്ന് അറിയില്ല. ഇവിടെയാണെങ്കിൽ 3.5 വയസ്സുള്ള ഒരു മോൻ തുടങ്ങിയിട്ട് ഈ അമ്മയുടെ അമ്മ വരെയുള്ള ആളുകൾ ഉണ്ട് കേട്ടോ. 4 ജനറേഷനാണ്. അമ്മയുടെ അമ്മ, അമ്മയുടെ മോൻ, അമ്മയുടെ ചെറുമോൻ. ഇപ്പം ഇങ്ങനെ ഈ 4 ജനറേഷനിൽ പെട്ട ആളുകളും ഇവിടെ ഉണ്ട്. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ഇവിടെയാണ്. അപ്പോൾ അമ്മമ്മ ഇവിടെ വന്ന് കഴിച്ചേച്ചും പോയി രാവിലത്തെ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണണ സമയമാകുമ്പോൾ അമ്മമ്മ ഇങ്ങോട്ട് വരും. ആ തൊട്ടപ്പുറത്താണല്ലോ, റോഡ് ക്രോസ് ചെയ്ത്. മരുമോൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടീനെ അംഗനവാടിയിലും ഉണ്ടാക്കിയിട്ട് പോയി. ഇവിടുത്തെ ഏട്ടൻ വേറൊരു വീട്ടിലൊരാവശ്യമായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. ജോലികളുടെ സഹായിക്കണം എന്നുള്ളത് മാത്രമല്ല, അവരെന്നെ ഈ ഭക്ഷണം തന്നെയാണ് അവരൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്ന സ്ഥലങ്ങളുടെ ഒരു വിശ്വാസ്യത. അതിനകത്ത് ഇപ്പോൾ കൃത്രിമത്വവും അല്ലെങ്കിൽ മറ്റേ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ലോ, നമ്മൾ തന്നെ കഴിക്കുന്ന ഭക്ഷണമല്ലേ. ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും നമ്മൾ കാണിച്ചു തരുന്നതും. എല്ലായിടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അവരവിടെ ഇരുന്ന് കഴിക്കുന്നതാണ്. അങ്ങനെ ആളൊഴിയുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ഭക്ഷണം കേട്ടോ, നല്ലുണ്ട്. നല്ല അമ്മ ഇങ്ങനെ കല്ലിലല്ലേ ചൂടാണത്, അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ടല്ലല്ലോ, ചെറിയ തീയിൽ കിടന്ന് വേകുമ്പോൾ ആൾക്കാര് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വട ചൂടുമ്പോൾ അത് ഇത്ര ഇതല്ല, നമ്മുടെ മസാല എവിടെയും പോണില്ലല്ലോ, പിടിക്കും. അതുപോലെ പതുക്കെ തീയിലല്ലേ വെന്ത് കിട്ടണത്, അതിനെല്ലാം നല്ല വെന്ത് മുരിഞ്ഞിരിക്കണം. ഇതൊരു മെയിൻ റോഡാണ് കേട്ടോ, കോഴിക്കോടേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ യശോദാമ്മയുടെ കടയിലെ ഊണൊന്ന് കഴിച്ചു നോക്കിക്കോ. ഒരു 12:30 ആകുമ്പോഴേക്കും ഊണ് റെഡിയാവും. അപ്പോൾ നല്ല ഞാൻ പറഞ്ഞ പോലെ ഓല മേഞ്ഞ ഒരു സ്ഥലത്ത് വാഴ ഇലയിൽ ഊണ്, അതും മൺചട്ടിയിലൊക്കെ വെക്കുന്ന കറികളൊക്കെയാണ്. അതിൻ്റെ ഒരു സ്വാദ് പ്രത്യേകതയാണല്ലോ. അമ്മയാണെങ്കിൽ മീനും ഇറച്ചിയൊന്നും ഇതേവരെ ഈ പ്രായം വരെ കഴിച്ചിട്ടില്ല. 70 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷേ ആ മീൻകറി ആയാലും മീൻ വറുത്തായാലും എല്ലാം ഉപ്പെല്ലാം പാകമാണ്. അമ്മ തന്നെയാണ് എല്ലാം ചെയ്തത്. അവരിതുവരെ കഴിച്ചിട്ടില്ല, അവരെ വീട്ടിൽ മേടിക്കുകയില്ല. അപ്പം അങ്ങനെയാണെങ്കിലും അതിന് സ്വാധീനമൊന്നും ഒരു കുറവില്ല കേട്ടോ. ശരിക്കും ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് ഹക്കീമിക്കയാണ് ആദ്യം പറയുന്നത്. ഹക്കീമിക്ക പക്ഷേ ഇവിടുത്തെ ഇഡലീനെ പറ്റിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ മീശക്കാരൻ പീയൂഷ് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞത് ഒരു കടയാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് രണ്ടും ഒരു കടയാണ്. അപ്പം അങ്ങനെ 2 പ്രധാനപ്പെട്ട പാലക്കാടത്തെ വ്ളോഗർമാരെ എനിക്ക് സജസ്റ്റ് ചെയ്തെന്നൊരു കടയാണ്. അപ്പം എന്തായാലും നല്ല ഭക്ഷണമാണ്, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കിക്കോളൂ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വടക്കും പുറം എന്നാണ് സ്ഥലത്തിന് പറയുക. ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണും. ആർച്ചിനോട് ചേർന്ന് അമ്മയുടെ കട എന്ന് പറഞ്ഞിട്ട് റോഡിൽ ബോർഡും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.